തിരുവനന്തപുരത്ത് കടൽക്ഷോഭം രൂക്ഷം. പൂവാർ, പൂന്തുറ, വലിയതുറ, പൊഴിയൂർ, കോവളം തുടങ്ങിയ മേഖലകളിൽ കടൽ കയറി. പലയിടങ്ങളിലും വീടുകളിൽ വെള്ളം കയറി. മത്സ്യബന്ധന ബോട്ടുകൾക്കടക്കം കേടുപാടുകൾ സംഭവിച്ചു. വർക്കലയിൽ നിന്ന് വിനോദസഞ്ചാരികളെ മാറ്റി. സംസ്ഥാനത്തെ തീരമേഖലയിൽ ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇപ്പോൾ വാർത്തയുടെ വിശദാംശവുമായി വിഷ്ണു കരുണാകരൻ തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നു. വിഷ്ണു, കടൽക്ഷോഭം രൂക്ഷമായിരിക്കുന്നു. തിരുവനന്തപുരത്ത് പലയിടത്തും ഇപ്പോൾ കടൽ കയറിയിരിക്കുന്നു. നിലവിൽ വീടുകളെല്ലാം ഒഴിപ്പിച്ചിട്ടുണ്ടോ? എന്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ? തിരുവനന്തപുരത്ത് കടൽക്ഷോഭം രൂക്ഷമായ ഒരു സാഹചര്യമാണ് നേരത്തെ തന്നെ കണ്ടിരുന്നത്. പൂവാറ് മുതൽ പൂന്തുറ വരെയുള്ള മേഖലകളിലും വലിയതുറ, പൊഴിയൂർ, കോവളം എന്നീ മേഖലകളിലൊക്കെയും വലിയ രീതിയിലുള്ള കടൽ കയറുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പലയിടത്തും റോഡിലേക്ക് വരെ കടൽ ഇരച്ചു കയറുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. 50ഓളം വീടുകളിലാണ് ആദ്യം തന്നെ വെള്ളം കയറിയത്. പക്ഷേ അപകട സാധ്യത പലയിടത്തും കാണുന്നത് കൊണ്ട് തന്നെ പല മേഖലകളിലെ വീടും ഒഴിപ്പിക്കുകയുണ്ടായി. ചില സ്ഥലങ്ങളിൽ മാത്രമാണ് വീടുകൾ ഒഴിപ്പിക്കാത്ത ഘട്ടമുണ്ടായത്. ഏതായാലും പലയിടത്തും വെള്ളം കയറുന്ന ഒരു ഘട്ടമാണ്. ഇന്ന് രാത്രി ഏകദേശം 11:30 വരെ ഉയർന്ന തിരമാല മുന്നറിയിപ്പ് ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. 1.5 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്നും കാണുന്നുണ്ട്. ബീച്ചിലേക്കുള്ള യാത്രകൾ പൂർണ്ണമായി ഒഴിവാക്കണമെന്നും കടലാക്രമണ മേഖലകളിൽ നിന്ന് മത്സ്യത്തൊഴിലാളികൾ അടക്കം മാറി താമസിക്കണമെന്ന് മുന്നറിയിപ്പുണ്ട്. ഏതായാലും തിരുവനന്തപുരത്തിന് പുറമെ തന്നെ ആലപ്പുഴയിലും തൃശ്ശൂരും ഒക്കെയും കടൽക്ഷോഭമുണ്ട്. അതേപോലെ തന്നെ തിരുവനന്തപുരത്ത് ചിലയിടങ്ങളിൽ മത്സ്യബന്ധന ഉപകരണങ്ങൾക്ക് കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ട്. ഉയർന്ന തിരമാല ജാഗ്രതാ നിർദ്ദേശം ഇപ്പോഴും നിലനിൽക്കുകയാണ്. അർദ്ധരാത്രി വരെ ഇത് തുടരാനാണ് സാധ്യത. ഇത് വലിയ രീതിയിലുള്ള ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ലെങ്കിൽ പോലും അപകട സാധ്യത നിലനിൽക്കുന്നതായി തന്നെയാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഏതായാലും കടൽക്ഷോഭം പലയിടത്തും ഉണ്ടാകുന്നുണ്ട്. ഉയർന്ന തിരമാല തന്നെയാണ് ഉണ്ടാകുന്നത്. ഏതായാലും മത്സ്യബന്ധനത്തിന് പോകാനും തടസ്സമുണ്ട്. ഇന്ന് രാത്രി വരെയും ഈ സാഹചര്യം നിലനിൽക്കുമെന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ഏതായാലും 2 ദിവസം കൂടി തിരമാല ഉയരുന്ന സാഹചര്യമുണ്ട്. പക്ഷേ കടുത്ത കടൽക്ഷോഭം ഇപ്പോഴുള്ള നിലയിൽ തുടരാനുള്ള സാധ്യത ഇന്ന് രാത്രി വരെ എന്നാണ് വിലയിരുത്തൽ. അത് കഴിഞ്ഞാൽ മാത്രമാണ് ഇനി കാര്യങ്ങൾ വ്യക്തമാകാൻ സാധ്യതയുള്ളത്. ഏതായാലും നിലവിൽ അപകടമൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ആശ്വാസകരമായ ഒരു വാർത്ത. ഏതായാലും വീടുകളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കുന്നുണ്ട്. വലിയ അപകട സാധ്യതയുള്ള മേഖലകളിലെല്ലാം കൃത്യമായ സംവിധാനങ്ങൾ ഒരുക്കുന്നുണ്ട്. റോഡിലടക്കം പലയിടത്തും കടൽ കയറിയ ഒരു ഘട്ടമാണ് കണ്ടിട്ടുള്ളത്. പലയിടത്തും വീടുകൾക്കുള്ളിൽ തന്നെ വെള്ളം കയറിയ ദൃശ്യങ്ങളടക്കം നമ്മൾ കണ്ടതാണ്. ഏതായാലും വലിയ പ്രശ്നങ്ങളില്ലാതെ തന്നെ ഇത് പരിഹരിക്കാൻ പറ്റുമെന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് അധികൃതർ. ഏതായാലും ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കും. ഏതായാലും ഇന്ന് രാത്രി വരെ ഈ വിഷയം ഈ കടലാക്രമണ സാധ്യത കാണുന്നുണ്ട്. ഏതായാലും അതിനുശേഷം ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. വ്യക്തമാണ്. തിരുവനന്തപുരത്ത് കടൽക്ഷോഭം രൂക്ഷമായിരിക്കുന്നു. പൂവാർ, പൂന്തുറ, വലിയതുറ, പൊഴിയൂർ, കോവളം തുടങ്ങിയ മേഖലകളിലെല്ലാം കടൽ കയറി. പലയിടങ്ങളിലും വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. 10ഓളം വീടുകൾ ഒഴിപ്പിച്ചു. മത്സ്യബന്ധന ബോട്ടുകൾക്കടക്കം കേടുപാടുകൾ സംഭവിച്ചു. അതേപോലെ തന്നെ മത്സ്യബന്ധനത്തിനും വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും വിഷ്ണു കരുണാകരൻ.